വന്നേടാ അടിച്ച് തനലേട്ടനൊരു മീൻ കയറിയിട്ടുണ്ട്. പതുക്കെ 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 പതുക്കെ. യാ മോനെ പൊളി പൊളി പൊളി. ഹായ് മച്ചാമാരെ, അപ്പോൾ രാവിലെ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. കുറേ കാലം കൂടി ഈ സ്ഥലത്ത് തന്നെ. എന്താ അവസ്ഥ എന്നറിയത്തില്ല. വെള്ളമൊക്കെ കാര്യം പറഞ്ഞാൽ നല്ല കണ്ടീഷനൊക്കെ ആയിട്ട് കിടക്കുന്നത്. ചെറിയ രീതിയിൽ ഒഴുക്കുണ്ട്, അതുകൊണ്ട് എന്താവും അറിയത്തില്ല. കാരണം അത് മീനടിക്കാറുള്ളതാണ്. വലക്കാരുണ്ട്, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പെറ്റ്സോൻ്റെ ഡെവിള ഇറങ്ങിയേക്കാം. എന്താവും നോക്കാം, മീനടിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അവിടെ നമ്മൾ മീനടിച്ച് കയറിയിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് അടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊക്കെ ഇന്നലെ കാശ്മീരിന് പോയിട്ട് വളരെ ശോകമായിരുന്നു, മീനൊന്നും അടിച്ചില്ല. ഇന്ന് മീനടിക്കുമോ നോക്കാം നമുക്ക്. വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ നല്ലതാണ്. നല്ല പുല്ലും കെട്ടൊക്കെ ഉണ്ട് ഇവിടെ. മീനുണ്ടോ എന്നുള്ളതാണ് അറിയത്തില്ല. അത് അവിടെ ഓപ്പണിലൊരു മീൻ ഏറെടുത്തിട്ടുണ്ട്. ചെറുമീനാണോ കൊളുത്ത മീനാണോ എന്നറിയില്ല, നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ പെറ്റ്സോൻ്റെ ഡെവിളിൽ ഒരു വരാലടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സെറ്റ് സാധനം. വാ, ഹെവി സാധനം, ഹെവി സാധനം, ഹെവി സാധനം. അടിച്ച് അണ്ണാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു സൈസുള്ള സാധനം. സെറ്റ് 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 ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പെറ്റ്സോൻ്റെ ഡെവിള് ഷായ് അടിച്ചത് ഫ്രോഗ് അടിച്ച് അണ്ണാക്കി കളഞ്ഞു. വലിയ ഹുക്കപ്പൊന്നും കൊടുത്തിട്ടില്ല, നല്ല സൈസ് നോക്കി. കിടിലൻ സാധനം. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം. എനിക്കൊരു ഡൗട്ടായിരുന്നു അവിടെ അടിക്കുമോ എന്നുള്ളത്. പക്ഷെ ആ കിടപ്പൊക്കെ കണ്ടിട്ട് വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത്. ആദ്യത്തെ എയറിൽ അടിച്ചില്ല, രണ്ടാമത്തെ എയറിൽ ഒറ്റ സെറ്റിന് അടിച്ചു. കണ്ടല്ലോ, കിടിലൻ സാധനം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം, നല്ല സെറ്റ് സാധനം. കാലത്ത് വന്നിട്ട് 6 മണിക്ക് 10 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു 3000 ശമ്പളം കഴിഞ്ഞു. പിന്നെ പണിയെടുക്കുന്ന കാര്യം 8 മണിക്കൂർ പണിയെടുത്താൽ വീട്ടിൽ 3000. അതെ അതെ, ഞാൻ പിന്നെ എല്ലാ ഫിഷിങ്ങിനും പോകുന്ന, കടലിലൊക്കെ പോകുന്ന. ചേട്ടൻ പുറകിൽ നിന്ന് ഒരിത്തിരി മാറുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഹുക്കൊക്കെ മുഴുവത്തിരിക്കും. പണ്ട് പോലെ ഒരു ചേട്ടൻ വന്നിരുന്നിട്ട് പുള്ളിയുടെ ചുണ്ടേ കയറി. ഞാൻ അടിച്ച് അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പെറ്റ്സോൻ്റെ തവളയാന്ന് തോന്നുന്നു. തവളയാണോ സംശയമുണ്ട്. ഒരു മീൻ അടിച്ചിട്ടുണ്ട്. മീനാണോ തവളയാണോ ഒന്നും അറിയത്തില്ല. ഫുള്ള് ചണ്ടി. ആ മീന 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 മീന
ആ ബിലാൽ വിയറ്റ്നാമാ. അപ്പോൾ നമ്മുടെ പെറ്റ്സോൻ്റെ ഡോറയിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിയറ്റ്നാം. ഞാനടിക്കും, ഞാൻ പറഞ്ഞില്ലേ. അല്ലല്ല അങ്ങേറ്റം ആ ഓപ്പണിങ് സെറ്റായിട്ട് കയറിക്കും. ആണല്ലോ പെറ്റ്സോൻ്റെ ഡോറ. കുഞ്ഞ് ഫ്രോഗാണേ, പക്ഷേ സെറ്റ്. വലിയ ഹുക്കപ്പൊന്നും കൊടുക്കേണ്ടി വന്നില്ല. മീൻ തന്നെ എല്ലാം ചെയ്തു കണ്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മീനാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, വേറെ എല്ലാം കിട്ടും നോക്കാം. ഇല്ല, അത് വേറെ മീനെ പിടിക്കാൻ വേറെ ലൂറ. കാലത്ത് വന്നിട്ട് അന്നെങ്കിൽ നമ്മുടെ ഇത് കണ്ണാലിയാലിൽ വെള്ളം വന്നിട്ട് കാലത്ത് വന്നിട്ട് ഒരു 5 കിലോ മീനും പിടിച്ചുകൊണ്ട് പോകും. ഇത് കൊണ്ടുവന്നിട്ട് എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. 600 രൂപ ഉണ്ടല്ലേ കിലോയ്ക്ക് 600 രൂപ കിട്ടും. വല്ലേടാ ഞാനിപ്പോൾ വെള്ളത്തിൽ വീണേ. നെക്സ്റ്റ് അല്ലല്ല നെക്സ്റ്റ് ലേസറേൽ. നമ്മുടെ വീഡിയോയിൽ ലേസറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നുണ്ട് അത്ര പോരെന്നുള്ളത്. ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കമൻറ്റ് ഇട്ട ആൾക്ക് വേണ്ടുള്ള നോക്കിയോ ഫ്രോഗ് അടിച്ചത് അണ്ണാക്കി കളഞ്ഞ്. നല്ല സൈസ് ഒരു വിയറ്റ്നാം. വാ പോലും തുറക്കുന്നില്ല. നോക്കിയ സാധനം ഇരിക്കുന്നുണ്ടോ അണ്ണാക്കിൽ. സെറ്റ് സാധനം. പെറ്റ്സോൻ്റെ ലേസർ. ഞാനത് ഞാൻ വെള്ളത്തിൽ പോയത് ഹുക്കപ്പെടുത്ത വഴിക്ക് അങ്ങ് പോയി. നല്ല പിടുത്ത പിടിക്കാൻ അങ്ങോട്ട്. ഇതാണ് ഈ സാധനത്തിൻ്റെ ഏക കുഴപ്പം. ഇത്ര ബലം പിടിക്കുന്ന എന്തിനാണ്? തുറക്ക്. ഒരെണ്ണം അതിൻ്റെ തീർന്നുണ്ട്. നിങ്ങൾ വന്നതിനും പറഞ്ഞ് കിട്ടി. പെറ്റ്സോൻ്റെ ലേസറെ കിട്ടിയ സാധനം. ഫ്രോഗ് ഉപയോഗിച്ച് നോക്കാതെ ഫ്രോഗിനെ കുറിച്ച് പറയരുത് കേട്ടോ. ഫ്രോഗ് ഉപയോഗിച്ചിട്ട് ഫ്രോഗിൻ്റെ റിവ്യൂ പറഞ്ഞു. നല്ല സൈസ് സാധനം പെറ്റ്സോൻ്റെ ലേസർ. ഒരുത്തൻ കമൻറ്റ് ഇട്ടേക്കുക അവൻ ഉപയോഗിക്കത്ത് പോലും ഇല്ല, ഫ്രോഗ് കൊള്ളിയല്ലെന്ന്. അപ്പോൾ പിന്നെ അവനിട്ട് കൊടുക്കണ്ടേ, അവന് വയറ് നിറച്ച് കൊടുക്കണ്ടേ. അങ്ങനെയുള്ളവന്മാർക്ക് നമ്മൾ മറുപടി ഇങ്ങനെ കൊടുക്കണം. ഒരു സാധനം മേടിച്ച് ഉപയോഗിക്കൂ. ഞാൻ കോട്ടയംകാരനാണ്, എൻ്റെ സ്ലാങ് അടിച്ചപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതെ ഇതാട്ടോ നമ്മളിന്ന് മീനടിച്ച് കയറ്റിയ ഫ്രോഗ്. നമ്മുടെ പെറ്റ്സോൻ്റെ ലേസർ എന്ന് പറയുന്ന ഫ്രോഗ്. നല്ല റബ്ബർ ക്വാളിറ്റിയാണ്. റബ്ബർ ക്വാളിറ്റി ഒരു രക്ഷയില്ല. പിന്നെ ഉടക്കെന്ന് പറയുന്ന സാധനമേ ഈ ഫ്രോഗിനില്ല. ഞാൻ പല രീതിയിലും പല പുല്ലുകെട്ടിനകത്തിട്ട് വലിച്ചു നോക്കിയിട്ട് ഇതുവരെ ഉടക്കിയിട്ടില്ല. പിന്നെ നല്ല ഹുക്ക് ബ്രേഷും ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ മീൻ ക്യാച്ച് പോകും. നിങ്ങൾ ആ കണ്ടായിരുന്നല്ലോ മീനിൻ്റെ വായിക്കകത്ത് എങ്ങനെ ഹുക്ക് കയറിയിരിക്കണമെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് ഹുക്ക് കയറിയിരിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്രോഗ്. കുഞ്ഞു ഫ്രോഗ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളും നല്ല അടിപൊളി ഡിസൈനാണ്. അപ്പോൾ നല്ല കാസ്റ്റിങ് കിട്ടും. ഞാൻ ബിഗ് കാസ്റ്റാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തന്നെ അത്യാവശ്യം നല്ല ലോങ്ങിൽ കാസ്റ്റ് കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ മീനടിച്ച സ്ഥലത്തിട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് നല്ല ദൂരമുണ്ട്. അവിടെ വരെ നമ്മൾ ശരിക്കും നല്ല സ്ട്രെച്ച് ചെയ്ത് സാധാരണ വേറെ ഫ്രോഗൊക്കെയാണ് എറിയേണ്ടത്. സ്ട്രെച്ചിങ് ഒന്നും വേണ്ട, നോർമലി അങ്ങ് എറിഞ്ഞാൽ മതി, അങ്ങ് പൊക്കോളും. അത്ര നല്ല അടിപൊളി കാസ്റ്റിങ് കിട്ടുന്നൊരു ഫ്രോഗും കൂടിയാണ്. അപ്പം എല്ലാവരും മേടിച്ചു.
മേടിക്കുന്ന കാശൻ എന്തായാലും മുതല സാധനം. ഇവിടെ സൺലൈറ്റിനൊരു മീൻ കയറിയിട്ടുണ്ട്. പതുക്കെ 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 പതുക്കെ. യാ മോനെ, പൊളി 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 സൈസ് കാണും. നമ്മളിച്ചിരി ദൂരത്ത് നിൽക്കുമായിരുന്നു. ഓപ്പണിൽ നല്ല അടിച്ചേ. ചെറുമീനാണോ അല്ലോ? യാ സെറ്റ് സാധനം. ഇവിടെ സാധനം സെറ്റ് സാധനം. കിള്ള സാധനം നൈസ്. ഒരെണ്ണം മിസ്സായി, അടുത്ത കയറ്റി. സൈസുള്ള സാധനം കേട്ടോ, കിള്ള സാധനം. ഉണ്ടില്ല പുള്ളിയെ കാണാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്തൊന്ന് പറയുന്നു. അതിൽ പിന്നെ പേടിയാ, ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവേ. കാരണം ഇത് മീനിൻ്റെ വായിൽ നിന്നൊക്കെ നമ്മൾ ഹുക്ക് എടുക്കുന്നതുകൊണ്ടേ. തവളെ അവൻ കുറേ നേരം അവിടെ കിടന്ന് പണിയാൻ തുടങ്ങിയിട്ട്. നമുക്കൊരു തവള അടിച്ചിരിക്കുകയാണ്. തവള കൊണ്ട് തവളനെ പിടിച്ചു. നോക്കി സൈസ് ആണ്. മാക്രിക്കുട്ടൻ. മാക്രിക്കുട്ടൻ. എന്താ നീ കരയാത്തെ? കാരണം നിങ്ങൾ കരയണ്ടല്ലോ. കരയണല്ലോ നീ ആണല്ലോ. നമുക്ക് 2 തവണ എനിക്കിട്ടും പണി തന്നു. മാക്രിക്കുട്ടനെ പിടിക്കാം. എടാ നിനക്ക് യോഗമുണ്ട്. അതേ എൻ്റെ വീഡിയോക്കകത്ത് വരാനുള്ള യോഗം ഉണ്ടായി കണ്ടില്ലേ? ഇരിക്കണമെന്ന് ചോദിക്കുക എന്ത് ഡീസൻ്റായിട്ട്. മിടുക്കൻ ശുണ്ടരൻ. നീ വെക്കോ, നീ വെള്ളത്തിൽ കളിക്കാൻ നോക്കി. അവനെ വിട്ടിട്ടുണ്ട് പെറ്റ്സോൻ്റെ ലേസറ് അല്ല. പൊരിച്ചടിച്ച ബെസ്റ്റ് സാധനം അത്. ഏ